السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ആദിയ. ആദിയാത്ത് സൂറത്ത് എങ്ങനെ ശരിയായി ഓതി പഠിക്കാം, തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് നമ്മൾക്ക് എങ്ങനെ കൃത്യമായി ഓതി പഠിക്കാം. ആദ്യം നമ്മൾക്ക് ആ സൂറത്ത് ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. ഇനി ഓരോ ആയത്തുകൾ എങ്ങനെയാണ്, എന്തൊക്കെ തെറ്റുകളാണ് വരാൻ സാധ്യതയുള്ളത്, അതൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾക്ക് ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് ഓതി പഠിച്ചു പോകാം. വൽ ആദിയാത്തി, ആദ്യം തന്നെ ഐന്. ഈ ഐന് പല ആളുകളും തെറ്റിച്ചുച്ചരിക്കുന്നതാണ്. അറബിയിൽ ഉച്ചാരണത്തിന് 4 സ്ഥാനങ്ങളാണുള്ളത്. ഒന്നു വായുവിന്, വായു എന്ന് പറയും. അഥവാ നമ്മളുടെ വായയുടെ ഉൾഭാഗത്തുള്ള പൊള്ളയായ ഭാഗം. ഇപ്പൊ ഇപ്പൊ വൽ ആദിയാത്തി, ആദിയാത്തി എന്നുള്ളിടത്തുള്ള ആ എന്ന് നീട്ടാനുള്ള അത്. അതേപോലെ തന്നെ എന്താണ്, വേറെ എവിടെയെങ്കിലും എന്ത് ചെയ്യും, ഊ എന്താണ്, എന്നുള്ള ഉച്ചാരണം ഉണ്ടാവും, വാവ്. അതേപോലെ തന്നെ ഈ എന്ന് നീട്ടാനുള്ള ഉച്ചാരണം. ഈ പറയുന്ന ഉച്ചാരണങ്ങളൊക്കെ എന്താണ്, നമ്മളുടെ വായയുടെ പൊള്ളയായ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉച്ചാരണ സ്ഥാനമാണ് എന്ത്, തൊണ്ട എന്ന് പറയും. അംസ് ഹ, അതേപോലെ തന്നെ ഐൻ ഹ, വൈൻ ഹ, ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നാവ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ വരുന്നത് നാവാണ്. പിന്നെയുള്ളത് ചുണ്ടാണ്. ഈ പറയുന്ന 4 ഉച്ചാരണ സ്ഥാനങ്ങളാണ് അറബിയിലുള്ളത്. അപ്പൊ ഇവിടെ വൽ ആദിയാത്തി, ഈ ഐനൊക്കെ പലപ്പോഴും പല ആളുകളും തെറ്റിച്ച് ഉച്ചരിക്കാറുണ്ട്. അപ്പൊ വൽ ആദിയാതി ളബ്ഹ, വൽ ആദിയാതി ളബ്ഹ, വൽ ആദിയാതി ളബ്ഹ, വൽ ആദിയാത്തി. ആദിയാത്തി എന്ന് പറയുമ്പം അത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ആ അക്ഷരം വരുന്നത്. വൽ ആദിയാതി ളബ്ഹ. അപ്പൊ ഇവിടെ അടുത്തൊരു അക്ഷരം ലബ്ഹ. എന്ന് പറയുന്ന അക്ഷരം നാവിന്റെ രണ്ടാലൊരു സൈഡ്, ഇനി വലത് സൈഡ് ആയാലും ശരി, ഇടത് സൈഡ് ആയാലും, ആ ഭാഗത്തുള്ള അണപ്പല്ല്, ആ അണപ്പല്ലിന്റെ മോണയോട് അല്ലെങ്കിൽ അണപ്പല്ലിൽ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ മോണയോട് കൂടി ചേർന്ന് അങ്ങ് നിൽക്കും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ അക്ഷരം ഉച്ചരിക്കുന്നത്. പിന്നെ ഇവിടെ ദ, ത, ഈ പറയുന്ന 2 അക്ഷരങ്ങളും നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ്. ദ, ത, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും. അപ്പൊ ഇവിടെ
അക്ഷരങ്ങളൊക്കെ പഠിച്ചു. വൽ ആദിയാതി ളബ്ഹ, വൽ ആദിയാതി ളബ്ഹ, വൽ ആദിയാതി ളബ്ഹ. ആദിയാത്തി ആയി പോകാൻ പാടില്ല. ആ എന്നുള്ള ഉച്ചാരണമായിട്ട് വൽ ആദിയാത്തി ളബ്ഹ. ഇത് തെറ്റാണ്. ഇനി ഓവർ ആക്കിയിട്ട് വൽ ഗാദിയാത്തി എന്ന് പറഞ്ഞാലും തെറ്റാണ്. ളബ്ഹ എന്ന് പറഞ്ഞാലും തെറ്റാണ്. അപ്പോ വൽ ആദിയാതി ളബ്ഹ, വൽ ആദിയാതി ളബ്ഹ, ഫൽമൂരിയാതി ഖദ്ഹ, ഫൽമൂരിയാതി ഖദ്ഹ. പ പ ഈ പറയുന്ന രണ്ടക്ഷരങ്ങളും ചുണ്ടിൽ നിന്നാണ്. പ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ മൃദുലമായിട്ടാണ് ചുണ്ട് അടക്കുന്നതെങ്കിൽ പ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ ചുണ്ട് അടക്കും. അപ്പൊ ഇവിടെ ഫൽമൂരിയാതി ഖദ്ഹ, ഫൽമൂരിയാതി ഖദ്ഹ. ഇവിടെ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും വരാനില്ല. പിന്നെ ഖദ്ഹ എന്ന് പറയരുത്, ഖദ്ഹ, ഖദ്ഹ. നമ്മൾ പറഞ്ഞതാണ് ഖ ത ബ ജ ദ. ഈ അക്ഷരങ്ങൾ വന്നാൽ ആ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പോൾ അത് കൃത്യമായി തന്നെ ഉച്ചരിക്കണം. ഫൽമൂരിയാതി ഖദ്ഹ, ഫൽമൂരിയാതി ഖദ്ഹ, ഫൽമുഗീറാത്തി സുബ്ഹ, ഫൽമുഗീറാത്തി. നേരത്തെ നമ്മൾ പറഞ്ഞു തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഐൻ ഹ വന്നത് എന്ന് പറഞ്ഞു. ഇത് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ് ഗൈൻ ഹ വരുന്നത്. അപ്പോ ഫൽമുഗീറാത്തി നമ്മൾ മലയാളത്തിൽ ഗ എന്നൊക്കെ പറയും. ശരിക്ക് മുഗീറാത്തി എന്നുള്ള ഒരു ഉച്ചാരണം അറബിയിലില്ല. അറബിയിലുള്ള ഉച്ചാരണം എന്ന് പറയുന്നത് ഫൽമുഗീറാത്തി, ഫൽമുഗീറാത്തി സുബ്ഹ, ഫൽമുഗീറാത്തി. ഗൈനാണ്. ഗൈൻ എന്ത് ചെയ്യണം? തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്ന് തന്നെ വരണം. പിന്നെ സ്വ എന്നുള്ള ഉച്ചാരണം നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചിട്ടാണ്. അത് മൂന്നക്ഷരങ്ങളുണ്ട്. സ്വ, സ, സ. ഈ പറയുന്ന അക്ഷരങ്ങൾ സായും സായും പറയുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കുമെങ്കിലും സ്വ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയർന്നു കാണും. ഫൽമുഗീറാത്തി സുബ്ഹ, ഫൽമുഗീറാത്തി സുബ്ഹ. അപ്പൊ തെറ്റിക്കരുത്. ഫൽമുഗീറാത്തി ഇത് ഗൈനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഈ എന്ന് നീട്ടാനുള്ള യാ, ഇതെന്താണ്? വായുവിൽ നിന്ന്, വായുവിൽ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള വായു അല്ല, നമ്മളുടെ വായയുടെ ഉൾഭാഗത്തുള്ള വായുവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഉച്ചാരണം വരുന്നത്. അല്ലാതെ ഒരു പ്രത്യേക സ്ഥാനത്ത് നിന്നല്ല മുഗീ എന്ന് പറയുന്ന നീട്ടാനുള്ള ആ ഒരു യാന്റെ ഉച്ചാരണം വരുന്നത്. فأثرن به نقعا, فأثرن به نقعا, فأثرن به نقعا. നേരത്തെ കുതുബ് ജദ് ഖ ത ബ ജ ദ ഈ അക്ഷരങ്ങൾ പറഞ്ഞില്ലേ, അതിൽ പെട്ടതാണ് ഖ. അതുകൊണ്ട് തന്നെ നഖ് അ എന്ന് പറയാൻ പറ്റില്ല. നഖ് അ, നഖ് അ, ഫഅസർന ബിഹി നഖഅ. ഇവിടെ സ എന്നുള്ള ഉച്ചാരണം നാവിന്റെ അറ്റം അത് മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റത്ത്, അഥവാ ഈ പറയുന്ന ഇതാണ് മുൻപല്ലിന്റെ താഴെ അറ്റം. അവിടെ എന്ത് ചെയ്യുന്നു? നാവിന്റെ അറ്റം സ്പർശിച്ചുകൊണ്ടാണ് ഫഅസ, ഫഅസർന ബിഹി, ഫഅസർന ബിഹി, ഫഅസർന ബിഹി, ഫഅസർന ബിഹി നഖഅ. ന എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത്, ല എന്നുച്ചരിക്കുന്നതിന്റെ തൊട്ട് പിന്നിലായിട്ടായിരിക്കും ന എന്നുള്ള ഉച്ചാരണം വരുന്നത്. ഫഅസർന ബിഹി നഖഅ. എന്താണ്? ഫഅസർന ബിഹി നഖഅ, ഫഅസർന ബിഹി നഖഅ. നിങ്ങൾ നിയമങ്ങളൊന്നും പഠിക്കേണ്ട, ഈ ഉച്ചാരണം കറക്റ്റ് ആയിട്ട് ഉച്ചരിച്ച് പഠിച്ചാൽ മാത്രം മതി. ഫവസത്ന ബിഹി ജംഅ. ഇനി ഇവിടെ ഇങ്ങനെ ഉച്ചാരണം വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ത്വ, ദ, ത. ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ ഒരേ സ്ഥലത്ത് നിന്നാണ് ഉച്ചരിക്കുന്നത്. ഇതിൽ ത്വ മാത്രം ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും. ദ, സ, ത്വ ഈ പറയുന്ന മൂന്നക്ഷരങ്ങളും ഒരേ സ്ഥാനത്ത് നിന്നാണ് ഉച്ചരിക്കുന്നത്. ത്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചരിക്കുമ്പം നമ്മളുടെ നാവിനൊരു ടെൻഡൻസി ഉണ്ടാവും. ഇവിടെ ഫവസ, സ എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം.
ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരണം. അപ്പൊ ഇവിടെ രണ്ട് ടെൻഡൻസിയാണ് നാവ് കാണിക്കുക. ഒന്ന് ഫവസ, നിങ്ങൾ കൃത്യമായി ഉച്ചരിച്ചാല് അടുത്തത് മാറിയിട്ട് ആകാനുള്ള അല്ലെങ്കിൽ ആകാനുള്ള ഒരു സാധ്യതയാണ്. അല്ലെങ്കിൽ അടുത്തൊരു ചാൻസ് ഈ സീന് മാറിയിട്ട് സ്വായാകും. വാക്ക് കറക്റ്റ് ആയി വരുമ്പം എന്ന് പറഞ്ഞു പോകും. അപ്പൊ അങ്ങനെ രണ്ട് തെറ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സീന് കറക്റ്റ് ആയിട്ട് ഉച്ചരിച്ചാൽ ഈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ കൃത്യമായി ഉച്ചരിക്കുമ്പം ആയിട്ട് ഉച്ചരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങനെ ഉച്ചരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സാധ്യത, അങ്ങനെ ഒരു ടെൻഡൻസി നാവിനുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നാവിന്റെ മധ്യഭാഗം താഴ്ത്തിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? ആ എന്നുള്ള ഉച്ചാരണം നാവിന്റെ മധ്യഭാഗം ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. താന്റെ മഹ്റജ് നാവിന്റെ കൂർത്താറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിലാണ്. ആദ്യം നിങ്ങളൊന്ന് സ്ലോയിൽ ഓരോ അക്ഷരങ്ങൾ സാവധാനമായി പറഞ്ഞു നോക്കേണ്ടി വരും. ബി എന്നുള്ള ഉച്ചാരണം അല്ല, ബി അല്ല, ഇത് രണ്ടും അല്ലാത്ത ഉച്ചാരണമായി പോകാൻ പാടില്ല. നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ് എന്ന് ഉച്ചരിക്കുന്നത്. ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ആയി പോകാൻ പാട് എന്ന് ആയി പോകാൻ പാടില്ല. അതേപോലെ തന്നെ എന്നും ആയി പോകാൻ പാടില്ല. പകരം അടുത്തത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നൂൻ അറിയാലോ, നൂന് മീമ് ഈ രണ്ടക്ഷരങ്ങൾക്ക് ശബ്ദ് വന്നാൽ ആ അക്ഷരങ്ങളെ ഇരട്ടിപ്പിച്ച് എന്ന് ഉച്ചരിച്ചാൽ മാത്രം പോരാ, അതിന്റെ കൂടെ മണിക്കുക കൂടി വേണം. അല്ലാതെ ബ പോലെയുള്ള അക്ഷരാണ് റബ്ബിഹി, ബ ബ ബ ബ ന പോരാ, ന പോരാ, മ പോരാ. അവിടെ എന്ത് ചെയ്യണം? മണിക്കുക കൂടി വേണം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ല എന്നുള്ള അക്ഷരം എവിടുന്നാണ് വരുന്നത്? നാവിന്റെ അറ്റത്തോട് ചേർന്ന വശം അതെന്ത് ചെയ്യണം? മുൻപല്ലുകളുടെ മോണയിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അപ്പൊ ഈ അക്ഷരങ്ങളൊക്കെ അത് ലക്കനൂദായി പോകാൻ പാടില്ല. അത് തെറ്റാണ്. ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്. കാരണം നമ്മളുടെ ഈ ഒരു മലയാള ഭാഷ, അത്തരം ഭാഷകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് പരിചയമുള്ളത് കൊണ്ട് വരുന്ന ചെറിയ മിസ്റ്റേക്കുകളാണ്. അപ്പൊ എന്നായി പോവാ. ലക്കനൂദല്ല, ലകനൂ, ലകനൂ. അപ്പൊ ലാം എന്താണ്? നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ മോണയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് ല ഉച്ചരിക്കുന്നതിന്റെ തൊട്ട് പിന്നിലായിട്ടായിരിക്കും നായുടെ ഉച്ചാരണം വരാം. ഇന്നൽ ഇൻസാന, ഇൻസാന നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അത് ഇഖ്ഫാ എന്നാണ് നമ്മൾ പറയാ. പേരൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അവിടെ ചെയ്യുന്ന കാര്യം നൂനിനെ നമ്മൾ മറച്ചു വെച്ച് ഉച്ചരിക്കും. ഇൻസാന എന്ന് പറയില്ല. അപ്പൊ എന്ത് ചെയ്യും? നൂനാണെന്ന് മനസ്സിലാകും. ഇൻസാന നൂനിനൊന്ന് അങ്ങ് മറച്ചു വെച്ചിട്ട് മണിച്ചിട്ടാണ് ഉച്ചരിക്കുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇൻസാന, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അടുത്തത് വഇന്നഹു അലാ ദാലിക ലശഹീദ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റത്തിൽ, നേരത്തെ സായുടെ മഖ്റജ് പറഞ്ഞല്ലോ, അതേ മഖ്റജിൽ നിന്നാണ് ഉച്ചരിക്കുന്നത്. അപ്പം വഇന്നഹു അലാ ദാലിക ലശഹീദ്. ഈ പറയുന്ന അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് വരും.
ഇനി ത്വാ, ദ, ത ഈ പറയുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ മുരട്ടിൽ വെച്ചിട്ടാണ്. ഇവിടെ ത്വാ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും. അപ്പൊ ഇവിടെ നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരടിലാണ്, ഇവിടെ മേലെ മുൻപല്ലിന്റെ തലയിലാണ് നമ്മൾ വെക്കുന്നത്. ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കാം. وَإِنَّهُ عَلَى ذَلِكَ لَشَهِيدٌ. ലഷഹീദ്. ഷ എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിക്കണം. നമ്മൾ മലയാളത്തിൽ ഷ, ഷ എന്ന് പറയുന്ന രണ്ടക്ഷരങ്ങൾ ഉള്ളതുപോലെ അറബിയിൽ വ്യത്യസ്തമായ അക്ഷരങ്ങളില്ല. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ ടച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ സ്പർശിക്കുന്നുണ്ടോ അതാണ് ഷ എന്നുള്ള ഉച്ചാരണം. അപ്പൊ ഏകദേശം മലയാളത്തിൽ ഈ ഷാക്ക് തത്തുല്യമായിട്ടാണ് അറബിയിലെ ഷ വരിക. അല്ലാതെ മലയാളത്തിൽ ഉള്ളതുപോലെ രണ്ട് ഷാകൾ എന്ത് ചെയ്യുന്നില്ല, അറബിയിലില്ല. വഇന്നഹു അലാ ദാലിക ലശഹീദ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. വ തെറ്റിക്കാൻ പാടില്ല. പല ആളുകളും ഫായുടെ മഖ്റജിൽ നിന്ന് അഥവാ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചിട്ട് വ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് തെറ്റാണ്. അറബിയിൽ വ എന്ന് പറയുന്നത് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചരിക്കണം. എന്ത് വേണം? ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ, വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചരിക്കണം. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഖൈരി, ഖൈരി. ഖൈ എന്ന് പറയുമ്പം നമുക്കറിയാം എന്താണ് ഇവിടെ ഐ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഉച്ചാരണമാണ്. അല്ലാതെ അറബിയിൽ ഇങ്ങനെ ഐ എന്നുള്ള ഒറ്റ ഉച്ചാരണമില്ല. അതുകൊണ്ട് തന്നെ ഹൈരി അവിടെ യാ വന്നതുകൊണ്ട് ഹൈ എന്നായതാണ്. അല്ലാതെ ആ ഒരു ഉച്ചാരണത്തിന്റെ മാത്രം പ്രത്യേകത ആ ഹൈരി. ഇന്നഹു ബ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ട് മൃദുലമായിട്ടാണ് അടച്ചു വെക്കുന്നതെങ്കിൽ ബ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ ശക്തമായി തന്നെ എന്ത് ചെയ്യണം? ചുണ്ട് അടച്ചു വെച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. നമ്മൾ പറഞ്ഞു. ദായുടെ മഖ്റജും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വഇന്നഹു നൂന് നമ്മൾ മണിച്ചുച്ചരിച്ചു. അതേപോലെ തന്നെ ഇവിടെ ബ ശബ്ദ് വന്നപ്പോൾ നമ്മൾ മണിച്ചില്ല. ഇന്നഹു ഹുബ്ബി എന്ന് പറഞ്ഞോ? ഇല്ല. ഹുബ്ബിൽ ഖൈരി ലശദീദ്. അഫലാ യഅലമു أفلا يعلم إذا بعثر ما في القبور. أفلا يعلم أفلا يعلم إذا بعثر ما في القبور. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുൻപല്ലിന്റെ അറ്റം താഴെ ചുണ്ടിന്റെ പള്ള ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ഫ. നേരത്തെ ഞാൻ വാവിന്റെ തെറ്റായ ഉച്ചാരണം പറഞ്ഞില്ലേ? അപ്പൊ ആ സ്ഥാനത്ത് നിന്നാണ് ഫ ഉച്ചരിക്കുന്നത്. ഫ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. തെറ്റാണ്. യഅലമു എന്ന് തന്നെ പറയണം. ഐൻ എന്താണ്? തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് വരുന്നത്. ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ. എന്നുള്ള ഉച്ചാരണം നാവിന്റെ മുകൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അല്ലെങ്കിൽ നാവിന്റെ തലയുടെ മുതുക് എന്നൊക്കെ പറയും. രണ്ട് വരി മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. രി എന്ന് പറയുമ്പം അതേ സ്ഥാനത്ത് നിന്നാണ് ഉച്ചാരണം. പക്ഷെ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരില്ല എന്ന് മാത്രം. രി എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും. മാഫിൽ ഖുബൂരി. മാഫിൽ ഖുബൂരി എന്ന് പറയുമ്പോൾ എന്താണ്? മാഫിൽ ഖുബൂർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഖുബൂർ തഫ്ഖീമാണ്. കാരണം ലമ്മ് അതേപോലെ തന്നെ വാവ് കഴിഞ്ഞിട്ടാണ് സുക്കൂൻ വരുന്നത്. അപ്പൊ ഖുബൂർ എന്ന് തഫ്ഖീമായിട്ട് പറയും. അതേസമയം നിങ്ങൾ അടുത്ത ആയത്തിനോട് ചേർത്തി ഓതുകയാണെങ്കിൽ മാഫിൽ ഖുബൂരി എന്ന് പറയുമ്പോൾ നാവിന്റെ മധ്യഭാഗം എന്ത് ചെയ്യണം? താഴ്ന്നു നിൽക്കണം. അഫലാ യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ. മാ ഫിൽ ഖുബൂർ. യഅലമു മാ ഫിൽ ഖുബൂർ. അഫലാ യഅലമു യഅലമു ഇദാ ബുഅസിറ മാ ഫിൽ ഖുബൂർ. വഹുസ്സില മാ ഫിസ് സുദൂർ. വഹുസ്സില. ഹുസ്സില എന്ന് പറയുമ്പോൾ
ദ, സ ഈ പറയുന്ന മൂന്നക്ഷരങ്ങളും നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. പക്ഷേ സ്വ ഉച്ചരിക്കുന്ന സമയത്ത് മാത്രം നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും. വഹുസ്സില മാ ഫിസ് സുദൂർ. ഇവിടെയും റ തഫ്ഖീമായിട്ടാണ് ഉച്ചരിക്കുക. മാ ഫിസ് സുദൂർ അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂരി വഹുസ്സില മാ ഫിസ് സുദൂരി. അടുത്ത ആയത്തുമായിട്ട് ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ തർക്കീക്കാക്കിയിട്ട് ഉച്ചരിക്കും. അപ്പൊ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം. വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇവിടെ റബ്ബഹും എന്നുള്ളത് സുക്കൂനാണ്, സുക്കൂനുള്ള മീമാണ്. അതിനുശേഷം ബ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആ മീമിനെ മറച്ചു മണിക്കുക. അല്ലാതെ റബ്ബഹും ബിഹിം, റബ്ബഹും അല്ലാതെ റബ്ബഹും എന്ന് പറഞ്ഞിട്ട് ബിഹിം എന്ന് വേറെ പറയില്ല. റബ്ബഹും ബിഹിം. ആ മീമിനെ എന്ത് ചെയ്യും? ഒന്ന് മറച്ചു വെച്ചിട്ട് നമ്മൾ അങ്ങ് മണിക്കും. അതേ സമയത്ത് റബ്ബഹും ബിഹിം യൗമഇദിൻ, ബിഹിം യൗമഇദിൻ അവ സുക്കൂനുള്ള മീമിന് ശേഷം മീമോ അല്ലെങ്കിൽ ബാओ അല്ലാത്ത ഏതക്ഷരം വന്നാലും വളരെ വ്യക്തമായിട്ട് മീമിനെയും ശേഷമുള്ള അക്ഷരത്തെയും ഉച്ചരിക്കണം. ഇന്ന റബ്ബഹും ബിഹിം, റബ്ബഹും ബിഹിം യൗമ, ബിഹിം യൗമഇദിൻ ലഖബീർ. യൗമഇദിൻ ലഖബീർ. ഇവിടെ തെൻവീനാണ്. തെൻവീൻ എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിലുള്ള നൂനാണ്. അതിനുശേഷം ല വന്നാൽ ഈ തെൻവീനിനെ നമ്മൾ ലാമിലേക്ക് അങ്ങ് ചേർത്തും. അപ്പൊ യൗമഇദിൻ ലഖബീർ, അവിടെ നൂനാണ് എന്നുള്ളൊരു തോന്നിക്കൽ ഉണ്ടാകും. അതേ സമയത്ത് നമ്മൾ മണിക്കില്ല. അപ്പൊ യൗമഇദിൻ ലഖബീർ എന്ന് പറയില്ല. യൗമഇദിൻ ലഖബീർ, യൗമഇദിൻ ലഖബീർ. അവ നൂനാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ അവിടെ ചേർത്തു അങ്ങ് അവസാനിപ്പിക്കും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മാഫിസ് സുദൂർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മാഫിസ് സുദൂർ എന്ന് പറഞ്ഞ സമയത്ത് എന്തായിരുന്നു? ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്, നിർത്തുകയാണെങ്കിൽ തഫ്ഹീമാണ്. മാഫിസ് സുദൂർ അവ ഒന്നുകിൽ അലിഫ് അഥവാ ഫതഹ്, ഫതഹിന് ശേഷം അലിഫ്, അലിഫിന് ശേഷം സുക്കൂനുള്ള റാ വന്നാൽ അത് ഒറ എന്നുള്ളതിന് ഉച്ചാരണത്തിന് സമാനമാണ്. ഇവിടെ ഇനി സുദൂർ ദു അതിനുശേഷം വാവ് റാ വന്നാലും റു എന്നുള്ളതിന് സമാനമാണ്. ഇവിടെ നമ്മള് ല ഖബീർ, ഖബീർ എന്ന് പറയുമ്പോൾ ബി വന്നു, അതിനുശേഷം യാ നീട്ടാനുള്ള യാ വന്നു, റാ വന്നു. അവിടെ എന്താണ്? രി എന്നുള്ള ഉച്ചാരണത്തിന് സമാനമാണ്. രി എന്ന് പറയുമ്പോൾ തർക്കീഖാണ്, റാ റു എന്ന് പറയുമ്പോൾ തഫ്ഹീമാണ്. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ, യൗമഇദിൻ ലഖബീർ. അവിടെ എന്ത് ചെയ്യണം? നാവിന്റെ മധ്യഭാഗം ഉയർന്ന് ൻ പാടില്ല. അപ്പൊ ഈ സൂറത്ത് ഇവിടെ അവസാനിച്ചു. നമുക്ക് എന്ത് ചെയ്യാം? ഈ സൂറത്ത് വളരെ പെട്ടെന്ന് ഓതി നോക്കി അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖഅ فوسطن به جمعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഖുബൂർ എന്ന് പറയുമ്പോൾ റു എന്നുള്ളത് പോലെ തഫ്ഹീമാണ്. മാഫി സുദൂർ എന്ന് പറയുന്നിടത്തും റു എന്ന് പറയുന്നത് പോലെ തഫ്ഹീമാണ്. ഖബീർ എന്ന് പറയുന്നിടത്ത് ഡി എന്ന് പറയുന്നതിന് സമാനമാണ്. കാരണം ഇവിടെ റാഇന് സുക്കൂൻ ആണെങ്കിൽ കൂടി റാഇന് മുമ്പ് വാവാണ്, അതിന് സുക്കൂനാണ്. അതിന് മുമ്പുള്ള അക്ഷരത്തിന്റെ
അക്ഷരത്തെ നോക്കിയിട്ടാണ് നമ്മൾ തഫ്ഹീമാണോ തർക്കീഖാണോ എന്ന് തീരുമാനിക്കുന്നത്. അതേസമയത്ത് ഇവിടെ എന്താണ്? റാഇന് സുക്കൂനാണ്, യാഉം സുക്കൂനാണ്. അതിന് മുമ്പ് കസറായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? രി എന്നുള്ള ഉച്ചാരണത്തിന് സമാനമായിട്ടുള്ള ഉച്ചാരണമാണ് അവിടെ സ്വീകരിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എമൽ ഖുർആൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.